ഹലോ എവ്രിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സദ്യയിലെ പ്രധാനമായ കുറേ കറികളെല്ലാം അതിൻ്റെ റെസിപ്പീസ് എല്ലാം കവർ ചെയ്തു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലെ ഒരു അടിപൊളി തോരനാണ്. ക്യാരറ്റും ബീൻസും ക്യാബേജും വെച്ചിട്ടുള്ളൊരു തോരനാണ്. ക്യാബേജ് മാത്രം വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഞാൻ ഇന്ന് മൂന്നും ചേർത്തിട്ടുള്ളൊരു തോരനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഓരോ വെജിറ്റബിൾസിൽ നിന്നും 1.5 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. അതായത് 1.5 കപ്പ് ബീൻസ്, 1.5 കപ്പ് ക്യാരറ്റ്, പിന്നെ ക്യാബേജ്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. അതിനുശേഷം 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ മുളക് പൊടിയും. ഞാനിവിടെ നോർമൽ ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്, കാശ്മീരി ചില്ലി പൗഡർ അല്ല. അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ പൊടികളും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോഴേക്കും കടുക് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഏകദേശം 1-1.5 ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്രിസ്പി ആയിട്ട് നമുക്ക് കടിക്കാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഉഴുന്ന് ചേർത്താൽ മതി. ഇനി നമ്മുടെ ഉഴുന്നെല്ലാം ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും അതിലേക്ക് ഏകദേശം 3-4 വറ്റൽ മുളകാണ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടുത്ത ഞാൻ ചേർക്കുന്നത് സവാളയാണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും എപ്പോഴും ബെസ്റ്റ്. ഒരു 5-6 ചെറിയ ഉള്ളി, അല്ലെങ്കിൽ അതോട് സമമായ സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ നല്ല രീതിയിലൊന്ന് മൂത്ത് സോഫ്റ്റായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ബീൻസും ക്യാബേജും ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്പൂൺ കൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്കിതിനൊരു നടുക്കോട്ട് നമ്മുടെ തോരനെല്ലാം കൂടി നടുക്കോട്ട് കൂട്ടി വെച്ചിട്ട് വേണമെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം. അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് പതിയെ വേവിച്ചെടുത്താലും മതിയാവും. അടച്ചു വെച്ചാണ് ഞാൻ വേവിക്കുന്നത്. ഏകദേശം 2 മിനിറ്റാണ് അടച്ചു വെച്ച് വേവിക്കുന്നത്. അതിനുശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒരു 3 മിനിറ്റ് കൂടി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ തോരൻ നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ടാവും. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. വളരെ സിമ്പിളായ ഒരു സദ്യയിലെ വിഭവമാണ് തോരൻ. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി കമൻറ്റ് സെക്ഷനിൽ കൂടി ഒന്ന് അറിയിച്ചേക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ അത്രേ ഉള്ളൂ. സീ യു ഓൾ ഇൻ അനദർ വീഡിയോ. ബൈ.